How are you, children? Are you happy? Yes. Now we can start English class. Unit first. Nature's plenty. All of you look at the picture. What do you see in this picture? Yes, big trees, deer, butterflies, and etc. In nature, we have to see so many plants, trees, butterflies, animals, birds, etc. Now, this chapter, the name of the chapter is Nature's Plenty. പ്രകൃതിയുടെ ധാരാളിത്തം, പ്രകൃതി രമണീയത. എത്ര മനോഹരമായ കാഴ്ചകളാണ് നാം പ്രകൃതിയിൽ കാണാറുള്ളത്. ഒരിക്കൽ പോലും നമുക്ക് ഒരു ബോറൻ അനുഭവം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടേയില്ല. സോ നൗ ദിസ് ചാപ്റ്റർ ആൾസോ വി ഹാവ് ടു ഡിസ്കസ് ദ നേച്ചേഴ്സ് പ്ലൻറ്റി, ദ ബ്യൂട്ടിഫുൾ നേച്ചർ. ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ടു ഡിസ്കസ് എ ബോയ് ആൻഡ് എ റിവർ. ഒരു കുട്ടി ഒരു നദി കാണാൻ ആഗ്രഹിക്കുന്ന സംഭവവും അവൻ യാത്ര ചെയ്യുമ്പോൾ പ്രകൃതിയിലെ വ്യത്യസ്ത കാഴ്ചകളുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യത്തെ പാഠത്തിൽ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ തിങ്ക് all of you take the text, notebook, pen or pencil. You have to underline the answer, question answer, difficult words, etc. First of all, we have to discuss a newspaper report. ഒരു പത്രവാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും പത്രവാർത്ത. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പത്രവാർത്തകൾ. Now we have to listen a newspaper report. Nature's daughter, പ്രകൃതിയുടെ മകൾ. ജാർഖണ്ഡിൽ നിന്നാണ് ഈ സംഭവം. ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. സൂര്യമണീസ് സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി an eye opener to those who deliberately walk away from nature. സൂര്യമണി സംഭവം പ്രകൃതിയെ സ്നേഹിച്ച ഒരു കുട്ടിയുടെ സംഭവമാണ്. സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് ഹു ലവ്സ് ദ ഫോറസ്റ്റ് ആൻഡ് കൺസിഡേഴ്സ് ഇറ്റ് ഹാസ് ഹെർ ഓൺ. പ്രകൃതി അല്ലെങ്കിൽ വനങ്ങൾ അവളുടെ സ്വന്തമാണെന്ന് ചിന്തിച്ച് പ്രകൃതിയെ വളരെയധികം സ്നേഹിച്ച ഒരു കുട്ടിയായിരുന്നു സൂര്യമണി. നേച്ചർ ആക്ടിവിസ്റ്റ്, പ്രകൃതിയോടുള്ള പ്രകൃതി പ്രവർത്തക. She loved the forest and knew that she could do something to save it. പ്രകൃതിയെ സ്നേഹിച്ചാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. ഇൻ കോളേജ് ഷി ബിക്കെയിം എ പാർട്ട് ഓഫ് ദ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. കോളേജിൽ അവൾ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകയായിരുന്നു. ഷി വെൻറ്റ് ഓൺ നേച്ചർ വാക്സ് വിത്ത് ചിൽഡ്രൻ ഓൺ വീക്കെൻഡ്സ്. കുട്ടികളോടൊപ്പം എല്ലാ വീക്കെൻഡുകളിലും പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രകൃതിയെ നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എക്സ്പ്ലെയിനിങ് ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. നമ്മുടെ സർവൈവൽ, അതിജീവനം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ് എപ്പോഴും ആഗ്രഹിച്ചത്. ചിൽഡ്രൻ ഹാവ് ടു ലിസൺ. വാട്ട് ആർ ദ തിങ്സ് വി ഹാവ് ടു റിമെമ്പർ ടു റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? യെസ്, മെയിൻ ഹെഡ്ലൈൻ. ഒരു ഹെഡിങ് ആകർഷകമുള്ളതായി തീർന്നാൽ മാത്രമേ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നാം വായിക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ. സോ ദിസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ദ ഹെഡ്ലൈൻ ഈസ് നാച്ചേഴ്സ് ഡാറ്റർ. ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, പരീക്ഷയ്ക്ക് നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് മെയിനായിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം, ഒരു അട്രാക്റ്റീവ് ഹെഡ്ലൈൻ. എങ്ങനെയെങ്കിലുമുള്ള ഒരു ഹെഡ്ലൈൻ അല്ല, an attractive headline. The second thing we have to remember, place, date, etc. Place വളരെ കൃത്യമായിരിക്കണം, ഡേറ്റ് കൃത്യമായിരിക്കണം. ദെൻ കണ്ടന്റ്, ബൈലൈനും
ഉപശീർഷകം ആവശ്യമാണ്. ദെൻ ദ കണ്ടന്റ് ഓഫ് ദ ഇൻസിഡൻറ്റ്, ആ സംഭവത്തിൻ്റെ കണ്ടന്റ് 5 ക്വസ്റ്റ്യൻസിലൂടെ അത് ക്ലാരിഫൈ ചെയ്തിരിക്കണം. വാട്ട് ആർ ദ 5 ക്വസ്റ്റ്യൻ? വാട്ട്, വെൻ, ഹൂ, വെയർ ആൻഡ് എക്സെട്ര ഹൗ. These 5 questions answers are clearly clarify this newspaper report. ഈ 5 കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ക്ലാരിഫൈ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. വൺസ് മോർ ഐ വിൽ ടെൽ. ഫസ്റ്റ് ഓഫ് ഓൾ, അട്രാക്റ്റീവ് ഹെഡിങ്, ഒരു ആകർഷകമായ തലക്കെട്ട്. ദെൻ സെക്കൻഡ്, ബൈ ഹെഡിങ്, ഒരു ഉപശീർഷകം. ദെൻ തേർഡ് വൺ ഈസ് ദ ക്ലാരിഫിക്കേഷൻ ഓഫ് ദ, ഒരു ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ വിവരണം. ഈ വിവരണം 5 ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഹൂ, വാട്ട്, വെയർ, വെൻ, ഹൗ. ഇത്രയും കാര്യങ്ങൾക്ക് ആൻസർ ഉണ്ടാകുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. ഐ തിങ്ക് all of you write a newspaper report in the assignment for you. നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കണം. ഇഷ്ടമുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ പ്രദേശത്ത് നടന്ന ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് തയ്യാറാക്കുക. യെസ്, ഡിഡ് യു റൈറ്റ്? യെസ്. ദെൻ look at the questions in this newspaper report. Discuss this with your friend and answer the following questions. What is this news item about? എന്ത് ന്യൂസ് ഐറ്റമാണ്? നാച്ചോസ് ഡോട്ടർ, ഒരു പ്രകൃതിയുടെ മകൾ, പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ അബൌട്ട് ദ നേച്ചർ. Then second question, Suryamanee works hard to save the forest. Have you ever made any attempt to save nature? ഇതുപോലെ എന്തെങ്കിലും സേവ് നാച്ചറുമായി ഉള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? യെസ്. ദെൻ നൗ ദ സെക്കൻഡ് പാർട്ട്. ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? ലിസ്റ്റ് ദം ബിലോ. ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ് യു മേ സീക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങളൊരു നേച്ചർ വാക്ക് നടത്തിയെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നേച്ചർ വാക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിഞ്ഞത്, എന്തൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്, എന്തൊക്കെയാണ് അനുഭവിക്കാൻ കഴിഞ്ഞത്? ഐ കുഡ് സീ, ഐ കുഡ് ഹിയർ, ഐ കുഡ് സെൻസ്. എനിക്ക് കാണാൻ കഴിഞ്ഞു, എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു, എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ കുഡ് സീ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിഞ്ഞത്? പ്ലീസ് ടെൽ. യെസ്, ബിഗ് ട്രീസ്, ബിഗ് ആനിമൽസ്, സ്മോൾ പ്ലാന്റ്സ്, small animals, butterflies, deers, in so many things you can see in this nature. Then I could hear. എന്തൊക്കെയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്? The chirping of birds. കിളികളുടെ കളകളാരവം എന്ന് പറയുന്നത് പോലെ കിളികളുടെ ശബ്ദം. Then മറ്റെന്തൊക്കെയാണ്? ഫ്ലോ ഓഫ് വാട്ടർ, വെള്ളമൊഴുകുന്ന ശബ്ദം. Then ബാക്കിയുള്ള നിങ്ങളെ പൂരിപ്പിക്കൂ. ദെൻ ഐ കുഡ് സെൻസ്. എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ്? ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ മണം. പിന്നെ എന്തെനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു? ദ കൂൾ ഓഫ് വിൻഡ്, കാറ്റിൻ്റെ തണുപ്പ്. ഇനി ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് ബാക്കി ഭാഗം ഫില്ല് ചെയ്യുക. നൗ ഹാവ് ടു ഗോ ദ സ്റ്റോറി ഓഫ് ദിസ് ചാപ്റ്റർ. അതിനു മുൻപ് ഒരു പാരഗ്രാഫ് കൂടെ എഴുതാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ 3 കോളങ്ങൾ എഴുതിയതിനെ തന്നെ ഒരു ഷോർട്ട് പാരഗ്രാഫായിട്ട് എഴുതുക. നൗ റൈറ്റ് ഇൻ എ പാരഗ്രാഫ് വാട്ട് ഡു യു വുഡ് സീ, ഹിയർ, സെൻസ് ഇൻ എ ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റിൽ നിങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതുക. അടുത്ത് നമുക്ക് കഥയിലേക്ക് പോകാം. ഈ യൂണിറ്റിലെ ഫസ്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. ഹിയർ ഈസ് എ ബോയ്.
ഇവിടെ പറയുന്നത് ഒരു ആൺകുട്ടിയുടെ കഥയാണ്. സെറ്റ്സ് ഔട്ട് on a trip to appreciate the beauty of nature. Where does he go? What does he see there? How does he feel? Let's find out. ഇവിടെ നമ്മൾ നേരത്തെ I could see, I could hear, I could sense എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുട്ടിയും എന്തൊക്കെയാണ് ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്. ഈ 3 കാര്യങ്ങളുമാണ് ഈ സ്റ്റോറിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾ വിനോദയാത്ര പോയിട്ടുണ്ടോ? ടൂറ് പോയിട്ടുണ്ടോ? യെസ്. അവിടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം വ്യത്യസ്തമായ കാഴ്ചകളാണ്. സോ ദിസ് ആൾസോ എ ഡിഫറെൻറ്റ് ഫീലിങ്സ് ഓഫ് എ ബോയ് ഓർ എ 12-year-old ബോയ് ടു വാക്ക് ഇൻ ദ നേച്ചർ. പ്രകൃതിയിലൂടെ അവൻ നടന്നപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ പുതിയ അനുഭവങ്ങളാണ് ഈ സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സ്റ്റോറി. ഹൗ ഫോർ ഈസ് ദ റിവർ? ആ നദിയിലേക്ക് എത്തിച്ചേരാൻ ഹൗ ഫോർ, എത്ര ദൂരമുണ്ട് എന്നാണ് ഈ കഥയുടെ പേര്. ഫസ്റ്റ് പാരഗ്രാഫ്. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടൻ. ഈ കുട്ടിയും ഈ നദിയും തമ്മിൽ അതിനിടയിലായി ഒരു വലിയ മൗണ്ടൻ ഉണ്ട്. മൗണ്ടൻ, പർവ്വതം. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്. ഈ കുട്ടി ചെറുതാണ്, അബൌട്ട് 12-year-old ബോയ്. എന്നാൽ ആ നദിയാണെങ്കിൽ ചെറുതാണ്, അതിനിടയിലുള്ള മൗണ്ടൻ ആണെങ്കിലോ അത് വലുതാണ്. മൗണ്ടൻ ബിഗ്, റിവർ സ്മോൾ, boy young. These are the 3 motifs. Then the second para. The thickly forested mountain hide the river. ഈ ഇടതിങ്ങിയ മരങ്ങൾ അല്ലെങ്കിൽ വനം എന്തിനെ മറയ്ക്കുന്നു? ഹൈഡ് ദ റിവർ, ആ നദിയെ മറയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കുട്ടി നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് ആ നദിയിലേക്ക് എത്തിച്ചേരുന്നതിന് ഇടയിൽ ഒരു വലിയ മഹാപർവ്വതമുണ്ട്. ഈ പർവ്വതത്തിലെ മരങ്ങളെല്ലാം തിക്ലി ഫോറസ്റ്റഡ് ആണ്, ഇടതിങ്ങി വളരുന്ന മരങ്ങളാണ്. Then but the boy knew it was there. He had never seen the river with his own eyes. ഒരിക്കലും അവൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്തിനെ കണ്ടിട്ടില്ല? ഈ റിവറിനെ കണ്ടിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ചകലെയുള്ള ഏതെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കും അത് കാണണമെന്ന് ആകാംക്ഷ തോന്നാറുണ്ട്. Now this story is also the boy wished so much to see the river. ഈ കുട്ടിയും ഈ നദി കാണാൻ വില്ലേജേഴ്സ് പറഞ്ഞപ്പോൾ വളരെയധികം ആഗ്രഹിച്ചു. But from the villagers he heard of it, of the fish in its waters and of its rocks. The villagers, ഗ്രാമവാസികൾ ആ നദിയിലുള്ള മത്സ്യങ്ങളെക്കുറിച്ചും പാറകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ അവന് കാണാൻ അതിയായ ആഗ്രഹം തോന്നി. He wished to touch the water and know it personally. ഇവൻ ആ ജലത്തെ, എനിക്ക് എന്തായാലും ആ നദി കാണണം, ആ നദിയിലൊന്ന് തൊടണം, ആ നദിയെ ഒന്ന് അനുഭവിക്കണം, അറിയണം എന്നുള്ള അതിയായ മോഹം ആർക്ക് തോന്നി? ഈ ബോയ്ക്ക് തോന്നി. All of you look at the question. What prevented the boy from seeing the river? ഈ കുട്ടിയെ ഈ നദി കാണാതെ തടസ്സപ്പെടുത്തി നിന്നത് എന്താണ്? വാട്ട് പ്രിവെന്റഡ് ദ ബോയ് ടു സീ ദ റിവർ? യെസ്, ദ ബിറ്റ്വീൻ സ്റ്റുഡ് എ മൗണ്ടൻ. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതും? എ മൗണ്ടൻ പ്രിവെന്റഡ് ദ ബോയ് ടു സീ ദ റിവർ. Mountain, all of you underline these words. Mountain prevented the boy from seeing the river. You have to write one word, mountain. Then another is also right in the question. Mountain prevented the boy to see the river. Then next paragraph, or
All of you look at the picture. What do you see? Big trees, a mountain, huge mountain, and a small young boy. ഒരു വലിയ പർവ്വതവും ഒരു ചെറിയ കുട്ടിയും. അതിനപ്പുറത്തായിരിക്കും എന്ത് കാണപ്പെടുന്നത്? ആ സ്മോൾ റിവർ കാണപ്പെടുന്നത്. ആ സ്മോൾ റിവർ കാണുന്നതിനാണ് ഈ കുട്ടി അതിയായി ആഗ്രഹിച്ചത്. Now what happened then? He stood in front of his house on the hill opposite the mountain. അവൻ്റെ വീട്ടിൻ്റെ അരികിൽ ഈ മൗണ്ടന് എതിരായിട്ട് ഒരു കുന്നിനരികിലായിട്ടാണ് ആര് നിൽക്കുന്നത്? ഈ കുട്ടി നിൽക്കുന്നത്. ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലി. അവൻ ആ താഴ്വരയിലൂടെ ഇങ്ങനെ എത്തി നോക്കി. ഗേസ്ഡ്, ഡ്രീമിങ് ഓഫ് ദ റിവർ. എന്നിട്ട് ആ നദിയെക്കുറിച്ച് സ്വപ്നം കണ്ടു. വില്ലേജേഴ്സ് പറയുന്ന ആ നദി എങ്ങനെയായിരിക്കുമെന്ന് അവൻ സ്വപ്നം കണ്ടു. ഹി വാസ് അബൌട്ട് 12 years old. അവൻ ഏകദേശം എത്ര വയസ്സായിരുന്നു? 12 വയസ്സായിരുന്നു. A stodgy boy with untidy black hair and shining black eyes. അവൻ്റെ ഭാവങ്ങളും അവൻ്റെ പ്രാകൃതവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റഡ്ജി ബോയ് വിത്ത് അൺചൈഡി ബ്ലാക്ക് ഹെയർ, നല്ല രീതിയിൽ കോതി ഒതുക്കാത്ത തലമുടികൾ. ഷൈനിങ് ബ്ലാക്ക് ഐസ്, കറുത്ത തിളക്കമുള്ള കണ്ണുകൾ. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. അവനൊരു തവിട്ട് നിറത്തിലുള്ള ത്വക്കാണ് ഉണ്ടായിരുന്നത്. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെയർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. അവൻ്റെ കൈകളും കാൽപാദങ്ങളുമൊക്കെ റഫായിട്ടുള്ളതായിരുന്നു. സ്ക്രാച്ച്ഡ് മീൻസ് സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നത്. ഹി വാസ് ബെയർ ഫുട്ടഡ്, നഗ്നപാതനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ചെരുപ്പ് ഉപയോഗിച്ചിരുന്നില്ല. നോട്ട് ബിക്കോസ് ഹി കുഡിൻറ്റ് അഫോർഡ് ഷൂസ്. അവൻ ഷൂസൊന്നും കഴിയാത്തത് കൊണ്ടല്ല, ധരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, but because he liked the feel of warm stones and cool grass. എന്തുകൊണ്ടാണ് അവൻ ചെരുപ്പ് ധരിക്കാത്തത്? അവന് പ്രകൃതിയിൽ നിന്നുള്ള വാംനെസ്സും അതുപോലെ കൂൾ ഗ്രാസും ആ പുല്ലിൽ നിന്നുള്ള തണുപ്പും അനുഭവിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് അവൻ അങ്ങനെ സഞ്ചരിച്ചിരുന്നത്. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. What did the boy hear about the river from the villagers? എന്താണ് വില്ലേജേഴ്സിൽ നിന്ന് അവൻ കേട്ട കാര്യം എന്താണ്? വില്ലേജേഴ്സ് ഹിയർഡ് ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്ക്. ദ റിവറിൽ ഉണ്ടായിരുന്ന മത്സ്യങ്ങളെക്കുറിച്ചും പാറകളെക്കുറിച്ചുമൊക്കെ വില്ലേജേഴ്സിൽ നിന്ന് ഈ കുട്ടി കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കേട്ടത്? ദ ഫിഷ് ഇൻ ദ റിവർ ആൻഡ് റോക്സ് ഇൻ ദ റിവർ. സോ ഹി വാസ് വെരി ആൻഷ്യസ് ടു സീ ദ റിവർ. അതുകൊണ്ട് അവൻ വളരെയധികം ഉത്കണ്ഠാകുലനായി. എന്ത് കാണാൻ? ഈ നദി കാണുന്നതിന് ഉത്കണ്ഠ തോന്നി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫുട്ടഡ്? എന്തുകൊണ്ടാണ് ആ കുട്ടി ബെയർ ഫുട്ടഡ്, നഗ്നപാതനായിട്ട് സഞ്ചരിച്ചത്? അല്ലെങ്കിൽ കാലിൽ ചെരുപ്പ് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? അണ്ടർലൈൻ ദീസ് സെന്റൻസ്. Because he liked the feel of warm stones and cool grass. എന്തുകൊണ്ടാണ്? എന്തെന്നാൽ he liked, അവൻ ഇഷ്ടപ്പെട്ടു. The feel of warm stones, കല്ലുകളിൽ നിന്നുള്ള വാംനെസ്, and cool grass, പുല്ലുകളിൽ നിന്നുള്ള തണുപ്പ്. ഇത് രണ്ടും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൻ ചെരുപ്പ് ഉപയോഗിക്കാത്തത്. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ദിസ്. All of you underline this sentence. Then next paragraph. It was 11 o'clock and he knew his parents wouldn't return home till evening. ഏകദേശം 11 മണി സമയത്ത് and he knew, അവനറിയാം, his parents wouldn't return home till evening. വൈകുന്നേരം വരെ അവൻ്റെ അച്ഛനോ അമ്മയോ ഇനി വീട്ടിൽ വരികയില്ല, അവരൊരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് അവന് നല്ലതുപോലെ അറിയാം. There was a loaf of bread he could take with him. അവൻ ഒരു പീസ് കുറച്ച്
ബ്രെഡ് അവൻ്റെ കയ്യിൽ എടുത്തു. There was a loaf of bread he could take with him, and on the way he might find some fruits. പോകുന്ന വഴിയിൽ അവൻ ചില ഫ്രൂട്ട്സും കണ്ടെത്തി. Here was the opportunity he had waited for. അവൻ ഒരു നോക്കിയിരുന്ന ഒരവസരമായിരുന്നു. തൻ്റെ മാതാപിതാക്കൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്ന ദിവസം അവൻ്റെ ആൻഷ്യസ് ആയിട്ടുള്ള തോട്ടെന്ന് പറയുന്നത് വില്ലേജേഴ്സ് പറയുന്ന ആ നദി തനിക്കൊന്ന് കാണണം. പക്ഷേ ആ നദിയിലേക്ക് പോകാൻ തൻ്റെ മുന്നിലുള്ള തടസ്സം എന്ന് പറയുന്നത് ഒരു വലിയ മൗണ്ടനാണ്. ആ മൗണ്ടനെ ഓവർകം ചെയ്ത് തനിക്ക് ഈ നദി കാണണം. പക്ഷെ പേരൻസ് അലോ ചെയ്തിരുന്നില്ല. സോ ഹി വെയിറ്റ് ഫോർ എ ടൈം. അവനൊരു സമയത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പേരൻസ് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി. വൈകുന്നേരം വരെ അവർ ഇനി വരില്ല എന്നവന് ബോധ്യമായപ്പോൾ തൻ്റെ കയ്യിൽ ഒരു പീസ് ബ്രെഡും എടുത്ത് ഒരല്പം വഴിയിൽ നിന്ന് ഫ്രൂട്ട്സും അവൻ പെറുക്കിയെടുത്ത് അവൻ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയാണ്. ഇങ്ങനെ ഒരു അവസരം അവൻ കാത്തിരിക്കുകയായിരുന്നു. His mother and father had gone to visit a relatives for the entire day and had left him on his own. If he came home before dark, before they returned. അവൻ ഒരു ചിന്തയായിരുന്നു, if he came home before dark. അവനെ ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്തണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ അവൻ ഓർമ്മിക്കണം, ബിഫോർ ദേ റിട്ടേൺ. പാരൻസ് റിട്ടേൺ തിരിച്ചു വരുന്നതിന് മുൻപ് അവൻ എത്തുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ അവനെ ഓർമ്മിക്കണം. ദേ വുഡിന്റ് നോ വേർ ഹി ഹാഡ് ബീൻ. അവനെ അറിയില്ല അവരെപ്പോഴാണ് എത്തുമെന്ന്. ഹൗ ഡിഡ് ദ ബോയ് ഗെറ്റ് എ ചാൻസ്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 4th ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ ബോയ് ഗെറ്റ് എ ചാൻസ് ടു സീ ദ റിവർ? എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഒരു ചാൻസ് ലഭിച്ചത്? എങ്ങനെയാണ് ചാൻസ് ലഭിച്ചത്? All of you underline these words. His mother and father had gone to visit relatives for the entire day. He had left him on his own. തൻ്റെ അച്ഛനും അമ്മയും എവിടേക്ക് പോയി? റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് അവനൊരു ചാൻസ് ലഭിച്ചത്. Then next paragraph. He went into the house and wrapped the loaf in a newspaper. ഈ ബ്രെഡിൻ്റെ ലോഫ് പീസസ് അവനൊരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുത്തു. Then he closed all the doors and windows. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? എല്ലാ കതകും ജനാലയും എല്ലാം അവൻ അടച്ചു. The path to the river dropped steeply into the valley. ഈ നദിയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ചെങ്കുത്തായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഒരു താഴ്വരയും ഉണ്ട്. Then arose and went round the big mountain. എന്നിട്ട് ഇവയെല്ലാം കഴിഞ്ഞാണ്, ഈ വലിയ മൗണ്ടനും കഴിഞ്ഞാണ് എവിടേക്കെത്താൻ? ആ നദി കാണുന്നതിന് എത്തുവാൻ. ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് വില്ലേജേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. ദ വുഡ് കട്ടേഴ്സ്, മിൽക്ക്മെൻ ആൻഡ് മ്യൂ ഡ്രൈവേഴ്സ്, ബട്ട് ദെയർ വെയർ നോ വില്ലേജേഴ്സ് ബിയോണ്ട് ദ മൗണ്ടൻ ഓർ നിയർ ദ റിവർ. ഇത്തരത്തിലുള്ളവർ വുഡ് കട്ടേഴ്സ്, തടിവെട്ടുകാർ, പാൽക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെ പോകുന്ന വഴിയാണെങ്കിലും ഈ മൗണ്ടൻ അടുത്തും ഈ നദിക്കരികിലും ആരും തന്നെ കാണാൻ കഴിയുന്നതല്ല. അങ്ങനെയൊരു പാത്തിലൂടെയാണ് ഈ കുട്ടിക്ക് ആ നദി കാണാൻ പോകേണ്ടത്. Then the boy passed a woodcutter and asked him how far it was to the river. അവൻ ആദ്യം ഈ നദി കാണുന്നതിന് വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം കണ്ടത് ഒരു വുഡ്കട്ടറിനെയായിരുന്നു, തടിവെട്ടുകാരനെയായിരുന്നു. The woodcutter was a short but powerful man. അവനൊരു പൊക്കം കുറഞ്ഞയാളും ഒരു ശക്തിമാൻ, പവർഫുൾ ശക്തിമാനായ മനുഷ്യനുമായിരുന്നു. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വിതേർഡ് ഫേസ്. അവൻ്റെ മുഖം ഒരു വികൃതമായ രൂപമായിരുന്നു. ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്. മസിലൊക്കെ പെരുക്കി അങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത ചിത്രമായിരുന്നു അയാളുടേത്.
അവനോട് ചോദിച്ചു, ഹൗ ഫോർ ഈസ് ദ റിവർ എന്ന് കുട്ടി ചോദിച്ചപ്പോൾ 7 miles he said. അവൻ എന്താണ് മറുപടി പറഞ്ഞത്? 7 കിലോമീറ്റർ മൈലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. വിച്ച് വാസ് ഫെയർലി ആക്യുറേറ്റ്. അത് വളരെ വ്യക്തതയുള്ളത് ആയിരുന്നു. വൈ ഡു യു വാണ്ട് ടു നോ? എന്തിനാണ് നീ അങ്ങനെ ചോദിച്ചത്? ആര് ചോദിച്ചു? ഉട്ട്കട്ടർ ചോദിച്ചു. ഐ ആം ഗോയിങ് ടു ദ റിവർ സെഡ് ദ ബോയ്. ഞാൻ അവിടേക്ക് പോവുകയാണ്, ഞാൻ നദീക്കരയിൽ പോവുകയാണെന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ഉട്ട്കട്ടറിനെ ആൻഷ്യസ് ആയി. എലോൺ, നീ മാത്രമാണോ അവിടെ പോകുന്നത്? ഓഫ് കോഴ്സ്, തീർച്ചയായും ഞാൻ മാത്രമാണ് പോകുന്നത്. ബട്ട് ഇറ്റ് ഈസ് ടു ഫോർ. അപ്പോൾ ഉട്ട്കട്ടർ പറഞ്ഞു, എന്നാൽ അത് വളരെ അകലെയാണ്. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ. നീ അവിടേക്ക് എത്താൻ എത്ര മണിക്കൂർ എടുക്കും? 3 hours എടുക്കും. അവനെ ഒരു ഫ്രൈറ്റനിങ് തോന്നി. 3 മണിക്കൂർ എടുക്കും. 3 മണിക്കൂർ അങ്ങോട്ട്, 3 മണിക്കൂർ ഇങ്ങോട്ട്. 6 hours ആവുമ്പോൾ തൻ്റെ പാരൻസിനെ എത്തിച്ചേരുമോ എന്ന് നോക്കേണ്ടതുണ്ട്. 3 hours എന്ന് ആ ഉട്ട്കട്ടർ പറഞ്ഞു. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. തിരിച്ചു വരവിനെ കുറിച്ചും അവൻ ഓർമ്മിച്ചു. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്. അപ്പോഴേക്ക് ഇരുട്ട് വ്യാപിക്കുമായിരിക്കും. ബിസൈഡ്സ് ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി റോഡ്. അതിലുപരി എന്താണ്, ഇതൊരു ഈസി ആയിട്ടുള്ള റോഡ് അല്ല. ഇവിടെ ഒരു കോൺവെർസേഷന് സാധ്യതയുണ്ട്. നമ്മളെ എക്സാമിന് കോൺവെർസേഷൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഒരു കോൺവെർസേഷൻ ഇവിടെ സാധ്യതയുണ്ട്. എന്തായിരിക്കും ആ കോൺവെർസേഷൻ? ഓൾ ഓഫ് യു അണ്ടർലൈൻ ദീസ് ആൻഡ് എ ക്വസ്റ്റ്യൻ. യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് എ ക്വസ്റ്റ്യൻ. What would be the conversation between the boy and the woodcutter? ഉട്ട്കട്ടറും ബോയും കൂടെയുള്ള സംഭാഷണം എന്തൊക്കെ ആയിരുന്നു? അത് നിങ്ങളുടെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് എല്ലാവരും മാർക്ക് ചെയ്തോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതൊരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം. What would be the conversation between the woodcutter and the boy on the way to the river? വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ എന്ന് മാത്രം ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ വുഡ്കട്ടർ ആൻഡ് ദ ബോയ്. അപ്പോൾ അതിൻ്റെ ആൻസർ മുഴുവനും ഇവിടെയുണ്ട്. ഐ ആം ഗോയിങ് ടു ദ റിവർ. ആദ്യം ബോയ്, വുഡ്കട്ടർ, ബോയ്, വുഡ്കട്ടർ, ഓഫ് കോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് 2 4. വുഡ്കട്ടർ, ബോയ്, ഐ വിൽ കം ബാക്ക് ആഫ്റ്റർ 3 hours എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറേ കൂടെ കൂട്ടിച്ചേർത്ത് നല്ലൊരു അസൈൻമെൻ്റ് ആയിട്ട് തയ്യാറാക്കി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ woodcutter. Then you have to stop this also. Let's discuss the next class.